മോഹൻ ജോർജ്, എം സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ 3 പാർട്ടികൾക്ക് 3 സ്ഥാനാർത്ഥികൾ. നിലമ്പൂർ ഇലക്ഷൻ ചൂടിലാണ് കേരളം എന്ന് നമുക്ക് പറയാം. പ്രശാന്ത് സർ, കേരളത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ ഇലക്ഷനോടുകൂടി അൻവറിസം അവസാനിച്ചേക്കാം എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒപ്പം ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുഖം രക്ഷിക്കുക അല്ലെങ്കിൽ അൻവറിന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് CPM-ന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് സ്വരാജിനെ പോലെ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പക്ഷെ സ്വരാജിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ വാർത്തകളിൽ എം സ്വരാജിന്റെ പേര് ഇടം പിടിച്ചിരുന്നു. അത് രാജ്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ രാജ്യസ്നേഹികളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് കൊണ്ടാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം എം സ്വരാജിനെ നിലമ്പൂരിൽ CPM ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്? മറ്റൊന്ന്, എത്രത്തോളം സ്വരാജിന് സാധ്യതയുണ്ട്? നിലമ്പൂരിന്റെ ഒരു നിലവിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ കാരണം CPM പറയുന്നത് പറഞ്ഞാൽ CPM ആ ഇലക്ഷനെ അത്ര വലിപ്പത്തിൽ കാണും. സ്വരാജ് ആ നാട്ടുകാര്, രണ്ടാമത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഘടകമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സ്വരാജ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തകരുടെ ആഗ്രഹത്തെ മാനിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അവർ ആവേശത്തോടുകൂടി പാർട്ടി ചിഹ്നത്തിൽ 19 കൊല്ലത്തിന് ശേഷം ഒരാൾ മത്സരിക്കണം, അതൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM അവിടെ മത്സരിക്കുമ്പോൾ CPM-നെ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ CPM അവിടെ വെള്ളം കുടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ 3 സ്ഥാനാർത്ഥികൾ, ഒന്ന് ആര്യാടൻ മുഹമ്മദിന്റെ മോൻ ആര്യാടൻ ഷൗക്കത്ത്, 2 ഇപ്പൊ BJP-യുടെ ഏതോ ഒരു ഇന്ന് കേരള കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരാൾ, BJP അംഗമല്ലാത്ത ഒരാൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് BJP അംഗത്വം കൊടുത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നവരുണ്ട്. മോഹൻ ജോർജ്, പേര് എനിക്ക് ഏതോ ഒരു മോഹൻ ജോർജ്, അങ്ങനെ ഒരാളിനെ ഇന്ന് തപ്പിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. BJP-ക്ക് എന്നൊരു കാൻഡിഡേറ്റ് ഇല്ല. അതിനകത്ത് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നേരത്തെ ഒരു പരിധിവരെ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടെ യോജിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല. ജനഗോഷ്ഠി കാണിക്കാൻ സ്ഥാനാർത്ഥി നിർത്തും എന്നുള്ള പുള്ളി പറഞ്ഞു. അപ്പൊ അതൊക്കത്തില്ല, സ്ഥാനാർത്ഥി നിർത്തിയേ മതിയാകൂ എന്നുള്ള രീതിയിലൊക്കെ വന്നു. അപ്പൊ അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. മൂന്നാമത് ഈ പറയുന്ന സ്വരാജ്, ഞാൻ പറഞ്ഞില്ലേ 3 സ്ഥാനാർത്ഥികൾ, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, സ്വരാജ്, ഈ പറയുന്നത് പോലെ BJP-ക്കാണ്. ഇത് നാളെ കാലത്ത് ഇന്നത്തെ അഭിപ്രായം അനുസരിച്ച് ബഹുമാന്യനായ 9 കൊല്ലം MLA ആയ CPM അനുഭാവിയായിരുന്ന ഈ പറയുന്ന അൻവർ ആണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അൻവറും മത്സരിക്കും, മത്സരരംഗത്തുണ്ട് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അൻവർ ആണ് ഇപ്പൊ ഈ ബൈ ഇലക്ഷന് കാരണക്കാരൻ. അൻവർ പിണറായിക്കെതിരെയും ഇടതുപക്ഷത്തിന് എതിരെയും എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ട് അതിനകത്ത് നിന്ന് അവർ പുറത്താക്കിയതൊന്നുമില്ല, പുറത്തുപോയി രാജിവെച്ചതിന്റെ അല്ലെങ്കിൽ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പം ഇതിനകത്ത് അൻവർ എന്ന് പറയുന്ന ആൾ UDF-ലേക്ക് ചേക്കേറുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഗിമിക്ക് ഏറ്റവും അവസാനം UDF എന്ന് പറയുന്ന സംവിധാനം അൻവറിനെ, നമ്മൾ പറയത്തില്ല ഇന്നലെ പറഞ്ഞാൽ എന്നെ കത്രിക പൂട്ടി എന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറയും. ഈ അൻവർ എന്ന് പറയുന്ന ആളിനെ പരിശോധിക്കുമ്പോൾ പണ്ടത്തെ കോൺഗ്രസ്സുകാരൻ, യൂത്ത് കോൺഗ്രസിനകത്തുള്ള ആൾ, അതിനകത്ത് നിന്നിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അതിനകത്ത് നിന്ന് വെളിയിൽ പോകുന്നവർ. അപ്പൊ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ യാതൊരു സാധ്യതയില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഇയാളെ പിടിക്കുകയും, അപ്പൊ അയാൾക്ക് അന്നത്തെ സമയത്ത് മുസ്ലിം ലീഗിന്റെ ചില സപ്പോർട്ടുകൾ, അതായത് ആര്യാടൻ മുഹമ്മദിനെ ഒതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ആകെ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ UDF-ന്റെ കയ്യിലിരിക്കുന്ന, കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായി നിലമ്പൂർ, അവിടെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് എത്ര വലിയ വിലമുള്ള ആണെങ്കിലും തോറ്റുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവേണ്ട, ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിക്കണ്ട എന്നുള്ള രീതിയിൽ അന്ന് രഹസ്യമായിട്ട് രാഷ്ട്രീയ തീരുമാനമെടുത്ത് പരസ്യമായിട്ട് അല്ലെങ്കിൽ ഇയാളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ കൂടെ ഇയാൾ ജയിക്കുന്നത്. അതിനുശേഷം 9 കൊല്ലത്തിന് ശേഷം ഇയാൾ വെളിയിൽ വരികയും പിണറായിക്കെതിരെ വെല്ലുവിളി നടത്തുകയൊക്കെ ചെയ്തിട്ട് ഇയാൾ അവിടെ സ്ഥാനാർത്ഥി ആവുന്നില്ല എന്ന് തീരുമാനിച്ച പക്ഷേ ഇയാളോട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ഇനി അവിടെ ജയിക്കാൻ സാധ്യതയില്ല എന്ന് കൊണ്ടുകൊണ്ട് തന്നെയാണ്, വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചായിരിക്കും. അപ്പൊ അവിടെ വന്നു മത്സരിക്കുന്നതിനകത്ത് പുള്ളി ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ആര്യാടൻ മുഹമ്മദിനെ വേണ്ട, ഈ പറയുന്ന വേറൊരു സ്ഥാനാർത്ഥിയെ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ ആ സ്ഥാനാർത്ഥിയല്ല, പാർട്ടി ഇയാൾ പറയുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ താല്പര്യം മാത്രമല്ല, അതിനകത്ത് അങ്ങനെ തീരുമാനിച്ചായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ വേറെ തീരുമാനം എടുത്തേനെ, അത് UDF-ന്റെ തലവേദന ആയേനെ. അങ്ങനെയൊക്കെ വന്നിട്ട് അവർ തീരുമാനം എടുത്തു. അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു. ഇപ്പൊ അൻവർ ഏതാണ്ട് UDF-ൽ നിന്നും LDF-ൽ നിന്നും പുറത്തുപോയി
നിലയില്ലാ കയത്തിൽ വീണിരിക്കുന്നു, അല്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീർന്നിരിക്കുന്നു എന്ന് പറയാം. അൻവറിനെ സംബന്ധിച്ചോളം നമ്മൾ പറയുമ്പോൾ, അതായത് കുഴിവെട്ടി ഇനി അടക്കിയാൽ മതി എന്നുള്ള ഒരു സംവിധാനം അൻവറിന്റെ. നമ്മൾ പറയത്തില്ലേ, മരിച്ചു ഇനി ദഹിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പൂർണ്ണമായും അൻവർ മത്സരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അബദ്ധം. അൻവർ എന്താണെന്നുള്ള കാര്യം വെളിച്ചത്ത് വരും. ഒരു 10,000 വോട്ട് പോലും പിടിക്കാൻ സാധ്യതയില്ലാത്ത ആയിട്ട് അൻവർ നിലമ്പൂരിൽ ഈ ഇലക്ഷന് മത്സരിച്ചാൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അയാൾ തീരുമാനം മാറ്റുമോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. പൂർണ്ണമായിട്ടും അൻവർ തീരുന്ന ഒരവസ്ഥ. അപ്പൊ ഇതിനകത്ത് CPM എന്ന് പറയുന്ന പാർട്ടി അവതരിപ്പിച്ച കാൻഡിഡേറ്റിനെ ആദ്യം തന്നെ ഈ പറയുന്നത് പോലെ ചോദ്യശരങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സിന്ദൂർ ഓപ്പറേഷൻ സമയത്ത്, ഈ പറയുന്ന സ്വരാജ് ഓപ്പറേഷൻ സമയത്തും അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷവുമൊക്കെ പുള്ളിക്ക് എല്ലാ കാര്യത്തിലും പുള്ളിയുടേതായ ഒരു അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് അഭിപ്രായം പറഞ്ഞത്, പാകിസ്ഥാനിൽ കയറി യുദ്ധം ചെയ്യേണ്ട അവസ്ഥയില്ല, അവിടെ കയറി അവിടുത്തെ സ്വൈര ജീവിതത്തിന് വിഘ്നം വരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ത്യ നടത്താൻ പോകുന്നത്. അവനവന്റെ വീടിന്റെ മുറ്റത്ത് മിസൈൽ വീഴുമ്പോഴേ യുദ്ധം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന്, പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് ഇവിടുത്തെ ആൾക്കാർ വലിയ വലിപ്പത്തിൽ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റിനെ വളരെ വലിയ വലിപ്പത്തിൽ വിമർശനം വന്നു. ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ, കാരണം അയാൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് 26 പേരെ കൊന്നു, സ്ത്രീകളെ കൊന്നിട്ട്, പുരുഷന്മാരെ കൊന്നിട്ട് സ്ത്രീകളെ വിധവയാക്കി മുന്നോട്ട് പോയപ്പോൾ അതിന് അഭിപ്രായം പറയാതെ, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഇന്ത്യയിൽ കടന്നു കയറി ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാന് എതിരെ ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തവർ, ഗാസയിൽ ഉള്ള ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയുള്ള, അങ്ങനെ പല രീതിയിലും ആരോപണം വന്നിട്ട് ഈ പറയുന്ന ദേശസ്നേഹി അല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലേക്ക് പലവട്ടം ഇദ്ദേഹത്തെ ചിത്രീകരിച്ചപ്പോഴും ഇദ്ദേഹം ആ നിലപാടിൽ നിന്ന് മാറാതിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം ഈ നിലപാടിൽ നിന്ന് മാറാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ഈ പറയുന്ന നമ്മുടെ RSS അല്ലെങ്കിൽ സംഘപരിവാർ ഹാൻഡിൽ നിന്നൊക്കെ ഇയാളെ വിളിച്ചത് സ്വരാജ് അല്ല, ഇയാൾ അയൽരാജ് ആണെന്ന് പറഞ്ഞ ട്രോളുകൾ വന്നുകൊണ്ട്, അതായത് കേരളത്തിൽ നിന്ന് ഉള്ള ഇന്ത്യക്കാരനെന്ന് പോലും ചിത്രീകരിക്കാൻ പറ്റത്തില്ല അയൽരാജ് എന്നുള്ളത്. ഇപ്പൊ ഇത് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി ഉൾപ്പെടെയുള്ളവർ. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, അവരാണ് മൗലികവാദികളുടെ കൂടെ നിൽക്കുന്നത്, ഇന്ത്യ വിഭജനത്തിന്റെ അവശിഷ്ടമാണ്, ബാക്കിപത്രമാണ് മുസ്ലിം ലീഗ്. അത്തരത്തിലുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെ, ഓവൈസി ഉൾപ്പെടെ ഈ രാജ്യത്ത് നിൽക്കുന്ന മുസ്ലിം മതമൗല്യവാദികളെന്ന് പലവട്ടം നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഉള്ളവർ ഉൾപ്പെടെ രാജ്യത്തിന് വെളിയിൽ പോയി ഇന്ത്യ ഏൽപ്പിച്ച ദൗത്യം, നമ്മൾ എന്തിനു യുദ്ധം ചെയ്തു, നമ്മളോട് എന്ത് പാകിസ്ഥാൻ ചെയ്തു, പാകിസ്ഥാൻ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് എന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പറയുമ്പോൾ അതിനകത്ത് ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ, ഓവൈസി ഉൾപ്പെടെ ഉള്ളപ്പോൾ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ഉള്ളപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ പോയി കാര്യം പറയുമ്പോൾ പൊതുപ്രവർത്തകനായിട്ടുള്ള ഇയാൾ എന്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധനാകുന്നു, അതിന് മറുപടി പറഞ്ഞിട്ട് തുടങ്ങട്ടെ എന്നാണ് ഷാജി പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു സിന്ദൂരിൽ കൂടി തുടക്കം അല്ലെങ്കിൽ വെള്ളം കുടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അപ്പൊ അയാൾ പറയുന്നത് കലിമ ചൊല്ലാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരടുത്ത്, ഇവിടുത്തെ ഹിന്ദുക്കടുത്ത്, ഇന്ത്യക്കാരടുത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിമായിട്ടുള്ള എനിക്ക് തൊലി പൊളഞ്ഞു പോവുകയാണ് ആ രീതിയിലുള്ള ഭീകരന്മാർ. കലിമ ചൊല്ലാൻ പറഞ്ഞു, മതം നോക്കി കൊന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾ വിശ്വാസികൾ, ഞങ്ങളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഞങ്ങൾ വേറെ ആൾക്കാരെ വേർതിരിച്ച് കാണാത്തോ, ഞങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവനെ എവിടെ കയറി അടിക്കണം, അതിന്റെ കാരണത്തിന് പാകിസ്ഥാനിൽ കയറി അവനെ യുദ്ധം ചെയ്ത് അവനെ ഇല്ലായ്മ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ഉള്ളവർ ആ രാജ്യത്ത് പോകും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങളുടെ പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്ന സൗദി അറേബ്യ ഇത്തരത്തിലുള്ള കാര്യം ചെയ്താലും അവനോട് യുദ്ധം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനും ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇയാൾ ഇത് പറയുന്നത്? അത് ആദ്യമേ ഇയാൾ ഇന്ത്യ വിരുദ്ധനാണോ, രാജ്യസ്നേഹിയാണോ എന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ ഈ പോസ്റ്റുകൾ, അന്നിട്ട പോസ്റ്റുകളുടെ വിശദീകരണം കൊടുത്തതിന് ശേഷം മാത്രം മതി അദ്ദേഹത്തിന്റെ എലക്ഷൻ അല്ലെങ്കിൽ തീരുമാനം, തുടക്കം, അതിന് ഒരു ഉത്തരം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അത് വല്ലാത്തൊരു പ്രതിസന്ധി CPM ഉണ്ടാക്കും. കാരണം സിന്ദൂർ എന്ന് പറയുന്ന വികാരം രാജ്യത്തുടനീളം ഇവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു വികാരമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പണ്ട് ഇതുപോലെ പാകിസ്ഥാനെതിരെയും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെ റോഡിൽ നാടകം കളിച്ചാലും
അല്ലെങ്കിൽ അതിനെതിരെ പറയുന്ന ആൾക്കാർ വളരെ കൂടുതലുള്ളപ്പോൾ ഇപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ വലിപ്പം കൂടി. ഇസ്രായേൽ പോലെ ഈ രാജ്യത്ത് അകത്തുള്ളവർ, ഈ രാജ്യത്തെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ എതിർത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ രാജ്യദ്രോഹികൾ അല്ലെ രാജ്യവിരുദ്ധർ എന്നൊക്കെ തന്നെയാണ് കാണാൻ ശ്രമിക്കുന്നത്. അതുപോലെ വേറെ കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോയി, ഉമ്മൻചാണ്ടിയെ കാണാൻ പോയി, ഉമ്മൻചാണ്ടി ഞങ്ങളുടെ നേതാവാണ്, അവിടെ കബറിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കബറിൽ പോയി പൂവിട്ടിട്ട് വന്നിട്ട് പിതൃതുല്യനാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത്. VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരാൾ ഈ പറയുന്നത് പോലെ മരിച്ചിട്ടുമൊന്നുമില്ലല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ, വയ്യാതെ. അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് എന്തുകൊണ്ട് VSന്റെ അവിടെ പോയി അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം മേടിക്കാൻ ഈ പറയുന്ന സ്വരാജ് തയ്യാറായിട്ടില്ല? സ്വരാജ് തയ്യാറാവാത്തതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. സ്വരാജ് തയ്യാറാവാത്തതിന്റെ കാരണം സ്വരാജിന് അദ്ദേഹത്തെ അവിടെ പോയി കാണാൻ പറ്റത്തില്ല. കാരണം അത്രയും വലിപ്പത്തിലുള്ള ഒരു നേതാവിന് ഈ പാർട്ടിയിൽ നിന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവഹേളിച്ച നേതാവാണ്. പിണറായിയെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ധാർഷ്ട്യത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ അതേ ഫോർമാറ്റിൽ വരുന്ന ഒരു നേതാവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞത് വളരെ വലിയ വലിപ്പത്തിൽ പറഞ്ഞത്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, അവിടെ ജയിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. CPM അവിടെ ജയിക്കാതിരുന്നാൽ CPM-ന്റെ ഏറ്റവും വലിയ കാൻഡിഡേറ്റിനെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന നേതാവിനെ അവിടെ അവതരിപ്പിച്ചിട്ട് CPM-ന് അവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അത് CPM-ന് വലിയ ക്ഷീണം ചെയ്യും. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് CPM-ന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ ആയിട്ടുള്ള ഭാഗത്തുനിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വന്നാൽ അവർ പറയുന്ന രാഷ്ട്രീയം ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ മോശമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ പറയുന്ന പിണറായി വിജയന്റേത്, അല്ലെങ്കിൽ ഭരണമാണ് പിണറായി വിജയന്റേത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. സിന്ദൂർ എഫക്റ്റ് ഒരു പക്ഷേ CPM-നെ ബാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് അവിടെ ചർച്ചയാക്കുന്നതിന് വേണ്ടി UDF വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്, കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട്. അൻവർ ആദ്യം പറഞ്ഞതും ഇത് തന്നെയാണ്. അൻവർ പറഞ്ഞു, നിങ്ങൾ പാലസ്തീനിലെ മുസ്ലിങ്ങളെ സ്നേഹിക്കാതെ ഈ മലപ്പുറത്തുള്ള, നിലമ്പൂരിലുള്ള കൃഷിക്കാരായിട്ടുള്ള പാവത്തങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതിന്റെയും അർത്ഥം ഇത് തന്നെയാണ്. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ഇന്ത്യയുടെയും ഭാഗമായിട്ട് നിൽക്കാതെ ഈ നമ്മുടെ ശത്രുവായിട്ടുള്ളവരുടെ ഭാഗത്ത്, അതായത് ഇന്ത്യക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, ഇന്ന് ലോകത്ത് ചർച്ചയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ആ വിഷയം അതായത് സിന്ധൂർ എന്ന് പറയുന്ന വിഷയം പ്രധാനപ്പെട്ട വിഷയമാക്കി ഈ ഇലക്ഷനിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യം മുതലേ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് ആരാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്, അല്ലെ ഇന്ത്യ വിരുദ്ധൻ, അല്ലെങ്കിൽ ആരാണ് രാജ്യസ്നേഹി, ആരാണ് രാജ്യസ്നേഹി അല്ലാത്തത് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അതായത് അതിന്റെ അർത്ഥം ഇന്ത്യക്കകത്ത് രാജ്യസ്നേഹികൾ അല്ലാതെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ കേരളത്തിലും ഇനിയും മുന്നോട്ട് പോകുന്നതിന് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പം ആദ്യം തന്നെ ഈ പറയുന്ന ഈ സിന്ദൂർ എന്ന വിഷയം വെച്ചിട്ട് CPM കാൻഡിഡേറ്റുള്ള സ്വരാജ് ഒരു അയൽരാജായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് CPM വെള്ളം കുടിച്ചു തുടങ്ങുന്നു എന്ന് വേണം നമ്മൾക്ക് പറയാൻ. ഏതായാലും ഇലക്ഷൻ കഴിയുമ്പോഴേ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ നമുക്ക് പറയാനൊക്കത്തില്ല. ഏതായാലും അവിടെ മത്സരം വലിയ വലിപ്പത്തിലാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ അച്ഛനെ തുലനം ചെയ്താണ് മകളെ കാണാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മതേതരവാദിയാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഇവിടുത്തെ മതമൗല്യവാദികളെ ആ പറയുന്ന അവരുടെ കോട്ടയിൽ നിന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് മതേതരവാദിയായിട്ട് നിൽക്കുന്ന ഒരു നല്ല മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അതേ വലിപ്പത്തിൽ അദ്ദേഹത്തെ കാണണം എന്ന് അവിടുത്തെ ആൾക്കാർ തീരുമാനിച്ചാൽ അവിടെ വരുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അല്ലെങ്കിൽ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഒക്കെ വോട്ട് ചെയ്യുന്നതിന് ആര്യാടൻ മുഹമ്മദിന് വോട്ട് ചെയ്തതുപോലെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ കൂടുതലാണ്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും ഒന്ന് ക്രിസ്ത്യാനിയാണ്, ഒന്ന് ഹിന്ദുവാണ്, ഒന്ന് മുസ്ലിമാണ്. ആ രീതിയിലും വേണമെങ്കിൽ ഒന്ന് മത്സരിച്ച് നോക്കാം. ഇപ്പോൾ അതേ രീതിയിലൊക്കെ ഉള്ള മത്സരങ്ങളാണ്. അപ്പം സിന്ദൂർ വിഷയം വെച്ചിട്ട് ഈ പറയുന്ന സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ആദ്യം തൊട്ടേ അവിടെ മറുപടി പറയേണ്ടതും വിയർക്കേണ്ടതുമായിട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്.
യെസ്. എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണെന്ന് വേണം കരുതാൻ. പക്ഷേ സ്വരാജിന്റെ ഒരു സാധ്യത, സ്വരാജ് പറഞ്ഞ, ചെയ്ത ചില പ്രസ്താവനകളൊക്കെ പലർക്കും കല്ലുകടിയാണെന്നതും വ്യക്തമാണ്. നിലമ്പൂരിൽ ആര് ജയിക്കുമെന്നതും വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയേണ്ടതാണ്. അപ്പം പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു കൗതുകം ഉണർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മതേതര സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. മോഹൻ ജോർജ്, എം സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, 3 പേർക്കും എത്രത്തോളം സ്വാധീനം ചെലുത്താൻ നിലമ്പൂരിൽ സാധിക്കുമെന്ന് കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.